കൂടൽ ഗവൺമെന്റ് സ്കൂളിന്റെ തന്നെ പരിസരത്ത് നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്നത്. ഈ കാണുന്ന കെട്ടിടം UP സ്കൂളാണ്. UP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ അടിഭാഗത്തൂടെയാണ് ഇപ്പോൾ ഈ ഒരു മരത്തിന്റെ വേര് കടന്നു പോകുന്നത്. ഈ മരം കടപുഴകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്കൂൾ കെട്ടിടത്തിനെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മരത്തിന്റെ നിൽപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് വേറെയും ഒരു 4-5 മരത്തോളം ഇതേ രീതിയിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ PTA പ്രസിഡന്റിനോടും രക്ഷിതാക്കളോടും തന്നെ ഇതിനെ പറ്റിയിട്ട് ചോദിക്കാം. എങ്ങനെയാണ് ഇത്രയും അപകടകരമായി നിൽക്കുകയായിട്ട് പോലും നമ്മൾ പരാതിപ്പെട്ടിട്ടും ജില്ലാ പഞ്ചായത്തോ കാര്യങ്ങളൊന്നും നടപടിയെടുക്കാതെ നിൽക്കുന്നത്? കഴിഞ്ഞ വർഷവും പരാതിപ്പെട്ടു, അതിന് മുമ്പത്തെ വർഷവും പരാതിപ്പെട്ടു. അന്നേരം ഫണ്ടിന്റെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞാണ് അവർ ചെയ്യാതിരിക്കുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ മരത്തിന്റെ ചില്ലകൾ മുഴുവൻ മുറിച്ചും മാറ്റി. കുറേ വലിയ മരങ്ങളുണ്ട്. അതിന് 50,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്നും PTA നിന്നും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൊടുത്താണ് സ്വന്തമായിട്ട് മുറിപ്പിക്കുമായിരുന്നു. ആ ഫണ്ട് പോലും നമുക്ക് ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഈ ഒരു മരം കടപുഴകിയാൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് മൊത്തം കൂടെ തകർന്ന് താഴെ പോകും. അതുപോലെ തന്നെ UP ക്ലാസ് നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. 200 ഇഞ്ചിൽ വണ്ണമുള്ള അഞ്ഞിലിയും ഒരു വാഗമരവും അത് രണ്ടും മുറിച്ച് മാറ്റണം. അത് വീണ് കഴിഞ്ഞാൽ ഈ ഒരു കെട്ടിടം മൊത്തത്തിൽ തകർന്നു പോകും. ഇതിന് നമുക്ക് കൃത്യമായിട്ട് പരിഹാരം കാണണം. ഈ വൃക്ഷങ്ങളും എല്ലാം മൂടെ അങ്ങ് മുറിച്ച് മാറ്റുക എന്നുള്ളത് അത് പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതല്ല. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള അനുമതിയും ഗവൺമെൻറ് തലത്തിലുള്ള അനുമതിയും എല്ലാം ഇതിന് വാങ്ങിയെടുത്തുകൊണ്ടേ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ നിയമത്തിൻ്റെ വ്യവസ്ഥകളും ഈ കാര്യം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അടിയന്തര നടപടി എന്ന രീതിയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇപ്പം നിലവിൽ ഈ ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ പിന്നെ ഇതിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് അതിപ്പം നമുക്ക് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ AEO ഇല്ലെങ്കിൽ അവർ PWD ബിൽഡിങ്സിൻ്റെ AEO വന്നിട്ട് അതിൻ്റെ ഫിറ്റ്നസ് ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്. ചെറിയൊരു പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. കുട്ടികളെ ഇപ്പം നിലവിൽ അവിടെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ക്ലാസ് റൂം ഉപയോഗിക്കുന്നില്ല, ആ മുകളിലുള്ള റൂം. എന്തായാലും ഇനി ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള മരങ്ങളുടെ മുറിക്കുന്നതിനുള്ള നടപടി ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ്. നല്ല വലിയൊരു ആഞ്ഞിലിമരമാണ് ഇത്തരത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ പിൻവശത്തായിട്ട് നിൽക്കുന്നത്. ആ കാണുന്നതാണ് നമ്മളിപ്പോൾ മുൻവശത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന UP സ്കൂളിന്റെ കെട്ടിടം. ഒരുപക്ഷെ ഈ മരം നിലം പൊത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കടപുഴകുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കെട്ടിടത്തിന്റെ മുകളിലേക്കായിരിക്കും വീഴുന്നത്. അതുപോലെ തന്നെ SPC NCC അതേപോലുള്ള കാര്യങ്ങളുടെ പരേഡ് നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിന്റെ പിന്നിലും ഒരു LP സ്കൂളുണ്ട്. ഈ LP സ്കൂളിലെയും കുട്ടികൾ നിരന്തരമായിട്ട് കളിക്കാൻ വരുന്നത് ഈ ഒരു ഗ്രൗണ്ടാണ്. ഈ ഒരു ഗ്രൗണ്ടിനും അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു ആഞ്ഞിലി മരവും ഈ കൂടൽ ഗവൺമെന്റ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ട അധികൃതർ ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നുള്ളത് നമുക്കൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കൃത്യമായ നടപടി ഇതിന് സ്വീകരിച്ചേ മതിയാവും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.